അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു മാസം മാർച്ച് 1 മക്കയിൽ റമദാൻ 12 കേട്ടോ. എന്തായാലും പ്രഭാത നമസ്കാരമൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അൽഹംദുലില്ലാ. എന്നാലും നമ്മുടെ പ്രവാസികൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യാം. പല പ്രവിശ്യയിലും GCCയുടെ ഭാഗത്തൊക്കെ പരിഭ്രാന്തിയിലാണ് മനുഷ്യരൊക്കെ ഉള്ളത്. എന്തായാലും അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യാം. പല മുസീബത്തിൽ നിന്നും നമ്മൾ അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. ആമീൻ. ഏതായാലും അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹവും ഈ പ്രഭാതത്തിലുണ്ടാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ. കാബാലി നിങ്ങൾ കാണുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ ഇവിടെ ഇരുന്നിട്ടുള്ളത് ഉണ്ടോ, 62ാമത്തെ ഗേറ്റിൻ്റെ അവിടെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രഭാതത്തിൽ ദുആ ചെയ്യാണ്. ഏതായാലും റബ്ബിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ നമ്മുടെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ. അതുപോലെ ഒരുപാട് പേര് പ്രത്യേകമായിട്ട് പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. രോഗങ്ങൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും അതുപോലെ കുറേ പ്രയാസങ്ങൾ, അവർക്കൊക്കെ അള്ളാഹു നല്ല നേർവഴികൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ ഈ പ്രഭാതം നിങ്ങൾക്കൊക്കെ സുന്ദരമായൊരു പ്രഭാതമാക്കിയിട്ട് റമദാൻ 12, നാട്ടിൽ 11 ഏതായാലും ഞാൻ ഈ പുതിയ പള്ളിയോട് ചേർന്നിട്ടുള്ള കേട്ടോ. നല്ല പ്രഭാതത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാബാലയം കണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു സുഖമാണ് കേട്ടോ. എന്നാലും എല്ലാ മുറാദുകളെല്ലാം വാസിലാക്കി തരട്ടെ. രോഗങ്ങളെ തൊട്ട് നമ്മളല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. പാശ്ചാത്യ സായനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ അക്രമങ്ങളിൽ നമ്മൾ അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളെയും. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പ്രഭാതം നേരുന്നു. അസ്സലാമു അലൈക്കും.